കുഞ്ഞിന് വയറിളക്കം, ഛർദി, പനിയൊക്കെ ആയിരുന്നു. ഡോക്ടർ പറഞ്ഞതനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് മരുന്നൊക്കെ കൊടുത്തു. കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ ഇപ്പോഴും ചെറിയ രീതിയിൽ വയറിടയ്ക്ക് ഇളകി പോകുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് സാധാരണ വയറിളക്ക രോഗം വരുന്നത് ബാക്ടീരിയ കാരണമുള്ള ഇൻഫെക്ഷൻ ആവാം, അതല്ലെങ്കിൽ വൈറസ് കാരണമുള്ള ഇൻഫെക്ഷൻ ആവാം. അപ്പോൾ ഈ ഇൻഫെക്ഷൻ കാരണം നമ്മുടെ ഇൻറ്റസ്റ്റൈനകത്തുള്ള മ്യൂക്കോസ അല്ലെങ്കിൽ അവിടെയുള്ള സെൽസിന് ചെറിയ ഡാമേജ് വരാം. അപ്പോൾ ഇൻറ്റസ്റ്റൈനകത്തുള്ള സെൽസിൻ്റെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള എൻസൈംസ് അല്ലെങ്കിൽ ചില കെമിക്കൽസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നോർമലായിട്ട് ഉണ്ടാവേണ്ട കെമിക്കൽസ് അല്ലെങ്കിൽ എൻസൈംസ് നമ്മുടെ ഇൻറ്റസ്റ്റൈനകത്ത് ഉണ്ടാവാതിരിക്കുമ്പോഴത്തേക്കും നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണ സാധനങ്ങൾ നല്ല രീതിയിൽ ദഹിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവും. പ്രത്യേകിച്ച് ലാക്ടേസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമുണ്ട്. ഈ ലാക്ടേസിൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന അല്ലെങ്കിൽ കുഞ്ഞ് കുടിക്കുന്ന പാലിനെ നല്ല രീതിയിൽ ദഹിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലാക്ടേസ് ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോഴത്തേക്ക് അതൊരു ടെമ്പററി ആയിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ പാല് കുടിക്കുന്നു, പാല് കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് പാല് നല്ല രീതിയിൽ ദഹിക്കാത്തൊരവസ്ഥ ഉണ്ടാകാം, അല്ലെങ്കിൽ മറ്റ് ഭക്ഷണം ദഹിക്കാത്ത ഒരവസ്ഥ ഉണ്ടാകും. ഇത് വയറിനകത്ത് കൂടുതൽ ഫെർമെൻ്റ് ആവുന്നു, അത് കാരണം ഗ്യാസ് ഉണ്ടാവും, വയറിന് പെരുക്കം ഉണ്ടാവും, അതുപോലെ മലം പോകുമ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് അയഞ്ഞു പോകാം. അപ്പോൾ ഇത് കാരണമാണ് കുട്ടികൾക്ക് പലപ്പോഴും ഒരു ഡയറിയൽ ഡിസീസ് വന്നു പോയി കഴിഞ്ഞാലും കുറച്ചൊക്കെ വയറിളകി പോകുന്നതിൻ്റെ റീസൺ. നമുക്ക് വേണമെങ്കിൽ കുറച്ച് തൈരൊക്കെ കൊടുക്കാം, ദഹനമൊക്കെ ശരിയാവാൻ വേണ്ടിയിട്ട്. ഈസി ആയിട്ട് ഡൈജസ്റ്റ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് കൊടുക്കാം. അമ്മയുടെ പാല് കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല. ബ്രസ്റ്റ് ഫീഡിങ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ചില സിറ്റുവേഷനിൽ നമ്മൾ കൗ മിൽക്ക് കുറച്ച് ദിവസം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കാൻ പറയും. ഒരു 2-3 വീക്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ ഡൈജഷനൊക്കെ ശരിയാകുമ്പോൾ നമുക്ക് കൗ മിൽക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഈ സമയത്തൊക്കെ നമ്മൾ കൊടുക്കുന്ന 2 പ്രധാനപ്പെട്ട സാധനമാണ് ORSഉം പിന്നെ സിങ്കും. അപ്പോൾ സിങ്ക് നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻറ്റസ്റ്റൈനകത്തുള്ള സെൽസൊക്കെ വളരെ വേഗം റീജനറേറ്റ് ചെയ്യാനും നമുക്ക് ഈ ഡയറിയുടെ ഒരു പ്രശ്നം ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വയറിളക്കം ഉള്ള സമയത്ത് തന്നെ നമുക്ക് സിങ്ക് കണ്ടെയ്നിങ് സിറപ്പ് കൊടുക്കാം. ഒരുപാട് തവണ വയറിളകുകയാണെങ്കിൽ നമുക്ക് ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ORSഉം കൂടെ കൊടുക്കാം. പ്രോട്ടീൻ കണ്ടന്റ് കുറച്ച് കൂടുതലുള്ള ഫുഡ് ഐറ്റംസ്, പ്രത്യേകിച്ച് ചിക്കനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ വയറിളക്കം അല്ലെങ്കിൽ മലം കുറച്ചുകൂടെ ഒന്ന് ഹാർഡ് ആവാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഓസ്മോട്ടിക് ഡയറിയ അല്ലെങ്കിൽ ലാക്ടോസ് കൂടുതലായിട്ട് വയറിനകത്ത് നിന്ന് ഒരുപാട് വയറിളകി പോകുന്നത് ഒഴിവാക്കാനും ഒരു പരിധി വരെ ഇത് സഹായിക്കും. ഇപ്പോൾ കുഞ്ഞ് നല്ല ആക്റ്റീവാണ്, ഡീഹൈഡ്രേഷൻ ഒന്നും ഇല്ല, യൂറിനൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്, മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഈ ചെറുതായിട്ട് വയറിളകി പോകുന്നതിനെ പേടിക്കേണ്ട ആവശ്യമില്ല. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്താൽ മതി, കുട്ടി ഓക്കെ ആയിക്കോളും.